പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കയറങ്കോട് സ്വദേശി അലനാണ് മരിച്ചത്. അലന്റെ അമ്മ വിജിക്കും പരിക്കേറ്റു. ഇരുവരും ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ആനയുടെ ആക്രമണം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, അലനെ രക്ഷിക്കാൻ സാധിച്ചില്ലേ? എങ്ങനെയാണ് അലൻ ആനയുടെ മുന്നിൽപ്പെട്ടത്? സുജിയ, 7:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം, കാട്ടാന ആക്രമണം പാലക്കാട് മുണ്ടൂരിൽ ഉണ്ടാകുന്നത്. മുണ്ടൂര് കയറാങ്കോട് സ്വദേശിയായ അലനും അമ്മ വിജിയും വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഈ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അലൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ അലൻ്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അലൻ്റെ അമ്മ വിജി ഒപ്പമുണ്ടായിരുന്നു. വിജിയെ നിലവിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളെ തുടർന്ന് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവർ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. കണ്ണാടൻ ചോല എന്ന് പറയുന്ന കയറാങ്കോടിന് സമീപത്തായി കണ്ണാടൻ ചോല എന്ന് പറയുന്ന മേഖലയിലാണ് ഇവരുടെ വീടുള്ളത്. ആ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. 7:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന ഇവർ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ അലനെയും അമ്മ വിജിയെയും ആക്രമിക്കുന്നത്. അലൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും അലൻ്റെ മൃതദേഹം നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. വിജിയുടെ പരിക്കുകൾ ഗുരുതരമാണ്. വിജിക്ക് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ചികിത്സ നൽകുന്നുണ്ട്. വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ വിജിയെ ഉടൻ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മുണ്ടൂർ മേഖലയിൽ കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി കാട്ടാനകൾ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ 6ഓളം കാട്ടാനകളാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാരും വനംവകുപ്പും ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്ന് വൈകിട്ട് ഒരു ബന്ധു വീട്ടിൽ നിന്ന് മടങ്ങി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അലനും അമ്മ വിജിക്കും നേരെ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് നിലവിൽ നാട്ടുകാരിൽ നിന്നും ഉൾപ്പെടെ ലഭ്യമാവുന്ന വിവരം. ഏതായാലും രണ്ടുപേരെയും ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ അലൻ്റെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുവാവിൻ്റെ നെഞ്ചിനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നിലവിൽ ഡോക്ടർമാർ നൽകിയിട്ടുള്ള വിവരം. അലൻ്റെ അമ്മ വിജിക്ക് തലയ്ക്ക് ഉൾപ്പെടെയാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ. അലൻ്റെ അമ്മ വിജിക്ക് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ചികിത്സ നൽകി വരികയാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ വിജയെ ഉടൻ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ മുതൽ. ഈ ആനയുടെ ശല്യം അവിടെ ഉള്ളതായി നേരത്തെ തന്നെ ഇവർക്കൊക്കെ അറിയാമായിരുന്നോ? സുജി, അതായത് മുണ്ടൂര് കയറാങ്കോട് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കാട്ടാനകൾ തുടർച്ചയായി ഇറങ്ങിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ 3ഓളം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. ഇന്ന് നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം രാവിലെ 6ഓളം കാട്ടാനകളാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് ശേഷം ഈ ആനകളെ മുഴുവൻ വനവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാട് കയറ്റുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി വീണ്ടും ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള അലൻ്റെ വീടെന്ന് പറയുന്നത് വനാതിർത്തിക്ക് സമീപത്താണ് എന്നാണ് നാട്ടുകാരും അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്യുന്നുള്ളത്.